Welcome to the Department of Computer Science. I am Rahib Bob, Assistant Professor of Computer Science. നമുക്ക് FIUGP സിസ്റ്റം പ്രകാരമുള്ള UG പ്രോഗ്രാം, അതായത് ഡിഗ്രി ഓഫ് ബാച്ചിലർ ഓഫ് സയൻസ് ഓണർ ഇൻ കമ്പ്യൂട്ടർ സയൻസ്, ഇതാണ് ഇതിൻ്റെ പേര്. ഇതിൽ വരുന്ന മേജർ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. കാരണം ഒരു പ്രോഗ്രാം ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുന്ന കുട്ടികളെ കണ്ടുകൊണ്ട് പല കുട്ടികളും ചോദിക്കാറുണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഞാൻ +2 ലെവലൊന്നും പഠിച്ചിട്ടില്ല, അപ്പോൾ എനിക്ക് BSc കമ്പ്യൂട്ടർ സയൻസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറാണ് നമ്മൾ ഫസ്റ്റ് സെമ്മിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ആ പേപ്പർ അല്ലെങ്കിൽ ആ കോഴ്സ് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ആ കോഴ്സ് ഇങ്ങനെയാണ്: ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഷൻ തിങ്കിങ്. ഇതാണ് ആ പേപ്പർ. പേപ്പറിൻ്റെ പേര് പോലെ തന്നെ അതിന് വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് 5 അവർ പേപ്പറാണ്. 3 അവർ തിയറി, 2 അവർ പ്രാക്ടിക്കലാണ്. 4 ക്രെഡിറ്റ് ഉണ്ടാവും. 5 അവർ തിയറിയിലെ എല്ലാ പേപ്പറിനും 4 ക്രെഡിറ്റാണ് ഉണ്ടാവുക. നമുക്ക് ടോട്ടൽ വേണ്ടത് 133 ക്രെഡിറ്റാണ്. സെക്കൻഡ് സെമ്മിലേക്ക് വന്നാൽ ഒരു പ്രോഗ്രാമിംഗ് ലോജിക്കും ഇല്ലാത്ത കുട്ടികളെ കണ്ടുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിലുള്ള ഫണ്ടമെന്റൽസ് ഓഫ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് പ്രോഗ്രാമിംഗ് ലോജിക്ക് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് C പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇനി തേർഡ് സെമസ്റ്ററിലേക്ക് വന്നാൽ സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ്, ഒരു സോഫ്റ്റ്വെയറിൻ്റെ വിവിധ സ്റ്റേജിലൂടെ കടന്നു പോകുന്ന രീതിയിലാണ് ആ കോഴ്സ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അത് പ്യൂർലി തിയറിയാണ്. 4 hours ആണ് അതിനുള്ളത്. ക്രെഡിറ്റ് 3 ആണ്. ഇനി രണ്ടാമത്തെ പേപ്പർ, തേർഡ് സെമസ്റ്ററിലുള്ള രണ്ടാമത്തെ പേപ്പർ ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ആൽഗരിതംസ് ആണ്. 5 hours കോഴ്സാണ്. അതിൽ 3 hours തിയറി, 2 hours പ്രാക്ടിക്കലുമാണ്. പിന്നെ ഫോർത്ത് സെമസ്റ്ററിലേക്ക് വന്നാൽ ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം തിയറി ആൻഡ് പ്രാക്ടിക്കൽ, 5 hour ആണ്. പിന്നെ പൈത്തോൺ, ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം പൈത്തോൺ ആണ് ഇപ്പം മെയിനായിട്ടും യൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അത് 5 hour ആണ്. അതും ഇതേപോലെ തന്നെ 3 hour തിയറി, 2 hour പ്രാക്ടിക്കൽ. പിന്നെ വരുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആണ്. അതും പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. 3 hour തിയറി, 2 hour പ്രാക്ടിക്കൽ. പിന്നെ ഫിഫ്ത്ത് സെമസ്റ്ററിലേക്ക് വന്നാൽ നമുക്കൊരു ഡേറ്റ മൈനിങ് ഉണ്ട്. തിയറി പേപ്പറാണ്. 4 hour തിയറി പേപ്പറാണ്. 3 ക്രെഡിറ്റ് ആണ്. പിന്നെ നമുക്കറിയാം ക്ലാസ് ആൻഡ് ഒബ്ജക്ട്സ്, ദാറ്റ് ഈസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ്സ് യൂസിങ് ജാവയാണ് രണ്ടാമത്തെ ഫിഫ്ത്ത് സെമസ്റ്ററിലെ പേപ്പർ. അതും 5 hour ആണ്. 3 hour തിയറി, 2 hour പ്രാക്ടിക്കൽ. പിന്നെ ഒരു ഫുൾ സ്റ്റാക്ക് വെബ് ഡെവലപ്മെന്റ് പേപ്പർ ഉണ്ട് 5 hour ഉള്ള. അത് റിയാക്ട് Node.js ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ 2 ഇലക്ടീവ് പേപ്പറാണ്. അതായത് പൂൾ ഉണ്ട് അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ഉണ്ട്. അതിൽ നിന്ന് കുട്ടികളുടെ താല്പര്യം അനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ സിക്സ്ത് സെമസ്റ്ററിൽ വരുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ എന്നൊരു പേപ്പർ ഉണ്ട്. അത് പ്യൂർലി തിയറിയാണ്. 4 hour ആണ്. 3 ക്രെഡിറ്റ്. പിന്നെ വരുന്ന ഒരു പേപ്പർ പ്രിൻസിപ്പിൾസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. തിയറി പ്ലസ് പ്രാക്ടിക്കൽ, 3+2. പിന്നെ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്. ഇതാണ് സിക്സ്ത് സെമസ്റ്ററിൽ വരുന്ന വേറൊരു പേപ്പർ. ഇവിടെയും 2 ഇലക്റ്റീവ് ഉണ്ട്. അത് കുട്ടികളുടെ ചോയ്സ് അനുസരിച്ച് കോഴ്സ് ഏത് കോഴ്സാണ് വേണ്ടതെന്ന് എടുക്കാവുന്നതാണ്. ഇതാണ് ആദ്യത്തെ 3 വർഷം വരുന്ന മേജർ കോഴ്സസ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, പലരും കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാത്തത് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് ചൂസ് ചെയ്യാത്തത്, അവർ ഫിസിക്സ് പഠിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മാത്സ് പഠിച്ചിട്ടുണ്ടാവില്ല. ഈവൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് അത് ടഫായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ഇല്ല. കാരണം കുട്ടികൾക്ക് ഫിസിക്സ് പഠിക്കണം യാതൊരു നിർബന്ധവുമില്ല, മാത്തമാറ്റിക്സ് പഠിക്കണം നിർബന്ധവുമില്ല. കുട്ടികളുടെ ചോയ്സ് അനുസരിച്ച് നമ്മുടെ മറ്റുള്ള ഡിസിപ്ലിൻ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന ഏത് കോഴ്സ് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഹിസ്റ്ററി ചൂസ് ചെയ്യാം, സൈക്കോളജി ചൂസ് ചെയ്യാം, ഹോം സയൻസിൽ ചൂസ് ചെയ്യാം, കെമിസ്ട്രിയിൽ ചൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷം വരെയുള്ള ഒരു പ്രയാസം ഇനി വരുന്ന FIUGP പ്രോഗ്രാമിൽ പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസിൽ ഉണ്ടാവില്ല. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാ കുട്ടികളെയും കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.